الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹിദുകളും മുത്തഖികളും മുഖറബുകളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ മനസ്സ് ഒരു മഹാസംഭവമാണ്. മനസ്സിനെ കുറിച്ചുള്ള ഒരുപാട് കവിതകളുണ്ട് പല ഭാഷകളിലും. മനസ്സിനെ കുറിക്കാൻ അറബിയിൽ പ്രയോഗിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ഖൽബ് എന്ന വാക്കാണ്. ഖൽബ് എന്ന വാക്കിന്റെ അർത്ഥം ഇളകി മറയുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാമാണ്. പലപ്പോഴും റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്ന ജാഥകളിൽ നമ്മൾ കേൾക്കാറുണ്ട് ഇൻഖിലാബ് സിന്ദാബാദ് എന്ന്. ഖൽബ് എന്ന പദത്തിൽ നിന്നുമാണ് ഇൻഖിലാബ് ഉണ്ടായത്. അറബി പദമാണ്. ഇൻഖലബ, ഇൻഖിലാബ്, വിപ്ലവം എന്നാണ് അർത്ഥം. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ മാറിയും മറഞ്ഞും ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ള നിലയ്ക്കാണ് ഖൽബ് എന്ന പദം പ്രയോഗിക്കുന്നത്. സമുദ്ര സമാനമാണ് മനുഷ്യന്റെ മനസ്സ്. അതെപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, അതെപ്പോഴും മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. വേലിയേറ്റങ്ങളുണ്ടാകും, വേലിയിറക്കങ്ങളുണ്ടാകും. അത് എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ തന്നെ മനുഷ്യന്റെ ഈമാനിന്റെ കാര്യത്തിലും മനുഷ്യന്റെ തഖ്വയുടെ കാര്യത്തിലുമെല്ലാം മനസ്സിൽ ഈ രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരൻ ഹംദല റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ വെറുതെ പറഞ്ഞു നടക്കുകയാണ്, നാഫഖ ഹംദല, നാഫഖ ഹംദല, ഞാൻ മുനാഫിക്കായി പോയിരിക്കുന്നു, ഹംദല മുനാഫിക്കായി പോയിരിക്കുന്നു. അതിങ്ങനെ കേട്ടപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഹംദല, എന്താ നീ പറയുന്നത്? നീ എങ്ങനെയാണ് മുനാഫിക്കാവുന്നത്? ഹംദല റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്ബോധനങ്ങളൊക്കെ കേൾക്കുമ്പോ എനിക്ക് നല്ല ഈമാൻ ഉണ്ടാകും, നല്ല തഖ്വയുണ്ടാകും. പക്ഷെ അവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ എനിക്ക് തഖ്വ കുറയുന്നത് പോലെ, എന്റെ ഈമാൻ കുറയുന്നത് പോലെ. ഇതൊരു മുനാഫിഖിന്റെ അടയാളമാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നുകയാണ്, ശരിയാണല്ലോ, എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്, അതൊരു മുനാഫിഖിന്റെ അടയാളം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബുകളെ മാറ്റിമറിക്കുന്നവനെ എന്നാണ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബിനെ, എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ, നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്നുള്ള ദുആ സത്യവിശ്വാസികൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്ന ഒന്നാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നുള്ള പ്രാർത്ഥന. അപ്പൊ മനുഷ്യന്റെ ജീവിതം മനസ്സുമായി ബന്ധപ്പെട്ടാണ്. ആ മനസ്സിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഈമാനിന്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ യൗമുൽ ജുമുഅ എന്നാണ് പറയുന്നത്. വിശ്വാസികൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ദിവസം എന്നർത്ഥം. സത്യവിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടുകയും ഉത്ബോധനം നടത്തുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഈമാനിനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ വേണ്ടിയാണ്, ഈമാനിനെ നിലനിർത്തുവാൻ വേണ്ടിയാണ്, ഖൽബിനെ അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏത് സമയത്തും നമ്മുടെ ജീവിതം അവസാനിക്കാം. അതിന് പ്രായ ലിംഗ വ്യത്യാസങ്ങളില്ല, സ്ഥലകാല പരിമിതികളില്ല. എവിടെ വെച്ചും വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഒരാൾ മരിക്കുക എന്ന്, നാളെ എന്താണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും തന്നെ പറയാൻ കഴിയുകയില്ല എന്നാണ്. ആ ഒരു ബോധവും ഓർമ്മയും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു, നിങ്ങൾ ധാരാളമായിട്ട് അധികരിപ്പിക്കണം, ദിക്റ ഹാദിഹി ലദ്ദാത്തിൽ മൗത്ത്, മരണം എല്ലാ സുഖഭോഗങ്ങളും തകർത്ത് കളയുന്ന, സകല ആനന്ദങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണ്. അപ്പൊ ഈ ജീവിതം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ടവനാണ് ഞാൻ എന്നുള്ള ഒരു ചിന്തയും ബോധവും ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഹാദിഹി ദുനിയാ മുർതഹിലത്തുൻ സാഹിബ വഹാദിഹിൽ ആഖിറത്തു മുർതഹിലത്തുൻ ഖാദിമ വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ ഫഇൻ ഇസ്തതഅതും അല്ലാ തകൂനൂ മിൻ ബനി ദുനിയാ ഫഫഅലൂ ഫഇന്നകുമുൽ യൗമ ഫീ ദാരിൽ അമൽ വലാ ഹിസാബ് വഅൻതും ഗദാ ഫീ ദാരിൽ ആഖിറ വലാ അമൽ. ഹാദിഹി ദുനിയാ മുർതഹിലത്തുൻ സാഹിബ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അതിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. വഹാദിഹിൽ ആഖിറത്തു മുർതഹിലത്തുൻ ഖാദിമ. ആഖിറം, പരലോകം ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്.
പലപ്പോഴും ആളുകളൊക്കെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്, പിറന്നാൾ ആഘോഷം. ചെറിയ മക്കൾക്കൊക്കെ കേക്ക് മുറിച്ചുകൊണ്ട് നമ്മൾ ആചാരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ജീവിതത്തിലെ ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ, ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആഖിറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് അമലാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാനുള്ള അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആയുസ് എന്നാണ് ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ നമ്മുടെ ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പോകുന്നത് മരണത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദുനിയാവിങ്ങനെ പോവുകയാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ പെട്ടെന്ന് വലുതാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു. പെട്ടെന്ന് വലുതാകണം, പെട്ടെന്ന് വലിയ ആളാകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇന്ന് നമുക്കൊന്ന് ചെറുതാവണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്കത് എന്ത് ചെയ്താലും സാധിക്കുകയില്ല. ശരീരത്തിൽ എന്തെല്ലാം തേച്ച് പിടിപ്പിച്ചാലും നമുക്ക് ചെറുതാവാൻ കഴിയുകയില്ല, നമ്മുടെ ആയുസ് കൂട്ടാൻ കഴിയുകയില്ല, നമുക്കൊന്ന് തിരിച്ചു നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഈ രണ്ടിന്റെയും സന്തതികൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്. യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. ഇങ്ങോട്ട് യാത്ര വന്നുകൊണ്ടിരിക്കുന്ന പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളും ഈ ലോകത്തുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ലോകത്തിന്റെ ദുനിയാവിന്റെ സന്തതികൾ ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചു കൊള്ളുക, പരിശ്രമിച്ചു കൊള്ളുക എന്നാണ്. ഈ ദുനിയാവിന്റെ സന്തതികളാവുക എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടി കെട്ടിമറയുന്ന ആളുകളാണ്, ദുനിയാവിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന ആളുകളാണ്. അവർക്ക് ആഖിറത്തെ കുറിച്ചുള്ള ചിന്തകളില്ല, അവർക്ക് നമസ്കരിക്കാനുള്ള സമയമില്ല, അവർക്ക് ജമാഅത്തുകളിൽ പങ്കെടുക്കാനുള്ള സമയമില്ല, അവർക്ക് കൃത്യമായി ജുമാക്ക് പങ്കെടുക്കണം എന്ന ബോധമില്ല. എല്ലാം കഴിഞ്ഞാൽ, മറ്റെല്ലാ ദുനിയാവിന്റെ പരിപാടികളും കഴിഞ്ഞാൽ നമസ്കരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ജുമാ കഴിയുമ്പോഴേക്ക്, ഏതാണ്ട് നമസ്കാരം തുടങ്ങുമ്പോഴേക്ക്, അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ആ ജുമയിൽ അങ്ങ് പങ്കെടുത്താൽ മതി എന്ന ഒരു ചിന്ത. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അതിലെല്ലാം തന്നെ ദുനിയാവ് കഴിഞ്ഞിട്ട് മതി എല്ലാം ഏതെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ, സ്വതക്ക ചെയ്യാൻ നമ്മെ പ്രചോദിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ. ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്ന രൂപത്തിലാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ ഞാൻ പോകാനിരിക്കുന്ന ലോകത്തേക്കുള്ള എനിക്ക് ഒരു സേവിങ്സ് ആയിക്കൊണ്ട് ആവശ്യമുള്ളതാണ് എന്ന നിലയിൽ ചെലവഴിക്കാൻ മനസ്സില്ല. ആ ഒരു നിമിഷത്തിൽ ആ ജീവൻ നിന്നുപോയാൽ, തുടിപ്പ് നിന്നുപോയാൽ ഈ സമ്പാദ്യങ്ങളെല്ലാം എന്തിനാണ് ഉപകാരപ്പെടുക? അപ്പോൾ അങ്ങനെ ചെലവഴിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നുണ്ട്. അതുപോലെ അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ഇതൊന്നും നീ ഉണ്ടാക്കിയതല്ല, നിന്റെ കഴിവല്ല, അല്ലാഹു നൽകിയതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണമെന്ന് പറയുന്നത്. അല്ലാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അങ്ങനെ ദുനിയാവിന് വേണ്ടി മനുഷ്യൻ എത്ര നെട്ടോട്ടമോടാനും, എത്ര സമയം ചെലവഴിക്കാനും, എത്ര ഉറക്കൊഴിയാനും, എത്ര നേരം വേണമെങ്കിലും കാലിൽ നീര് കെട്ടുന്നവരെ നിൽക്കാനും മനുഷ്യൻ സന്നദ്ധനാണ്. അള്ളാഹുവിന്റെ ആദർശത്തിലേക്ക് ഞാൻ നാളെ ജീവൻ പോയാൽ നാളെ നിൽക്കേണ്ട ലോകത്തേക്ക് എന്റെ എല്ലാ കർമ്മങ്ങളും നിവർത്തപ്പെടുമ്പോൾ അവിടെ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അവിടേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ മനുഷ്യന് മടിയാണ്, അവിടേക്ക് വേണ്ടി നമസ്കരിക്കാൻ മനുഷ്യന് മടിയാണ്, അവിടേക്ക് വേണ്ടി ഉറക്കൊഴിയാൻ മനുഷ്യന് മടിയാണ്, അവിടേക്ക് വേണ്ടി ചെലവഴിക്കാൻ മനുഷ്യന് മടിയാണ്. എന്നാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ദുനിയാവിന്റെ സന്തതികൾ ആവാതിരിക്കാൻ വേണ്ടി കാരണം ഇന്ന് നിങ്ങളുള്ളത് അമൽ ചെയ്യേണ്ടുന്ന ലോകത്താണ്.
ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് അമൽ ചെയ്യാനുള്ള ലോകത്താണ്. വലാ ഹിസാബ്, ഇവിടെ ഹിസാബില്ല. ഈ ലോകത്ത് കണക്കെടുപ്പില്ല. എന്ത് ചെയ്തില്ല, എന്തിന് ചെയ്തു എന്ന ചോദ്യങ്ങളില്ല. നമസ്കരിക്കാത്തവനും നമസ്കരിച്ചവനും ഇവിടെ തുല്യരാണ്. അവർക്ക് പ്രത്യേകമായി അള്ളാഹു എന്തെങ്കിലും അനുഗ്രഹം നമസ്കരിക്കുന്നവർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ കൂട്ടിക്കൊടുക്കുന്നില്ല. നമസ്കരിക്കാത്തവന് അള്ളാഹു എന്തെങ്കിലും കുറച്ചു കൊടുക്കുന്നില്ല. അള്ളാഹുവിന്റെ റഹ്മത്തി വസ്അത്ത് കുല്ല ശൈഇൻ, എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമൽ ചെയ്യാനുള്ള ലോകമാണ്. ഒരു ചെറിയൊരു കാലഘട്ടം അള്ളാഹു മനുഷ്യന് പരീക്ഷണമായിട്ട് നൽകിയതാണ്. ആ പരീക്ഷണ കാലഘട്ടത്തിൽ അമൽ ചെയ്യാൻ വേണ്ടി, കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അന്തും ഗദാ ഫീ ദാരിൽ ആഖിറ, നാളെ നിങ്ങൾ പരലോകമാകുന്ന വസതിയിലാണ്, ആഖിറത്തിന്റെ വീട്ടിലാണ് നാളെ നിങ്ങൾക്ക് നിൽക്കാനുള്ളത്. വലാ അമൽ, അവിടെ നിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള അവസരമില്ല. ചെയ്യേണ്ടത് ദുനിയാവിൽ ചെയ്യണം. ആഖിറത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള അവസരമില്ല. നിങ്ങൾ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കണം. ദുനിയാവിന്റെ സന്തതികളാവരുത് എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടി ഒന്നും പരിശ്രമിക്കേണ്ടതില്ല എന്നല്ല. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു നൽകിയത് ആഖിറത്തിന് വേണ്ടി നിങ്ങൾ ആക്കണം. ഫലാ തൻസ നസീബക മിനദ് ദുനിയാ, ദുനിയാവിന്റെ ഓഹരി അത് നിങ്ങൾ മറന്നു പോവുകയും വേണ്ട. ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കണം, ദുനിയാവിൽ സമ്പാദിക്കണം, ദുനിയാവിൽ ജീവിക്കണം, ദുനിയാവ് ആസ്വദിക്കണം. അതെല്ലാം അള്ളാഹു മനുഷ്യന് വേണ്ടി തന്നെ നൽകിയതാണ്, മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. പക്ഷേ ആഖിറത്തിന് മുൻഗണന നൽകണം എന്നാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നാളെ നിൽക്കാനുള്ളത് പരലോകമാകുന്ന വസതിയിലാണ്. ആ പരലോകമാകുന്ന വസതിയിൽ വീണ്ടും അമൽ ചെയ്യാനുള്ള ഒരു അവസരമില്ല. ഒന്ന് കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നിലുള്ള ആളുകൾക്കും ഇരിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് പള്ളികളിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും മിമ്പറിൽ ഖത്തീബുമാര് പറയാറുള്ള കാര്യം തന്നെയാണ് ഓരോ സഫുകളും പൂർത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളത്. അതിനുശേഷമുള്ള ആളുകൾക്ക് മേലെ സൗകര്യമുണ്ട്, അങ്ങോട്ട് പോകാവുന്നതാണ്. സൂചിപ്പിച്ചു വന്നത്, അള്ളാഹു പരലോകം എന്ന് പറയുന്നത് മനുഷ്യന് അവന്റെ അമലുകൾ കൃത്യമായി വിചാരണ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ആ ആഖിറത്തിലേക്ക്, പരലോകത്തേക്ക് മനുഷ്യൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്നുകൂടി ഒരു ചാൻസ് കൂടി നേടിയിട്ട് അമൽ ചെയ്യുവാനുള്ള ഒരു അവസരവും മനുഷ്യനില്ല. എല്ലാം നേരിൽ കാണുമ്പോൾ, എല്ലാം നേരിൽ കേൾക്കുമ്പോൾ, നേരിട്ട് അനുഭവിക്കുമ്പോൾ മനുഷ്യൻ പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുബ്ഹ് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഓതാറുണ്ടായിരുന്ന സൂറത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് സുബ്ഹ് നമസ്കാരത്തിൽ ഓതണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന സൂറത്ത് സജദയിൽ പരലോകത്ത് വരാൻ പോകുന്ന ഒരു അവസ്ഥ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. വലോ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹ ഇന്നാ മൂഖിനൂൻ ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم. അക്രമികളായ ആളുകൾ, അതല്ലെങ്കിൽ മുജ്രിമികളായ ആളുകൾ, അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടി ജീവിച്ച ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക് തല താഴ്ത്തിക്കൊണ്ട് വരുന്ന ആ രംഗമെങ്ങാനും നീ കാണുകയാണെങ്കിൽ, ആ രംഗമെങ്ങാനും നീ ഒന്ന് സങ്കല്പിച്ചു നോക്കുകയാണ് എങ്കിൽ അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരിക്കും. എന്നിട്ട് അവര് പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹ ഇന്നാ മൂഖിനൂൻ. ഞങ്ങളുടെ നാഥ, അബ്സർനാ, ഞങ്ങളിതാ എല്ലാം നേരിൽ കാണുകയാണ്, വസമിഅനാ,
എല്ലാം ഞങ്ങളിപ്പോൾ നേരിൽ കേൾക്കുന്നുണ്ട്. നഅമൽ സ്വാലിഹാ, ഞങ്ങൾ നല്ല അമലുകൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ നല്ല അമലുകൾ ചെയ്തു കൊള്ളാം. ഇന്നാ മൂഖിനൂൻ, എല്ലാം ഞങ്ങളിപ്പോ കണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് റബ്ബേ, ഒന്നുകൂടെ ഞങ്ങളെ നീ ഭൂമിയിലേക്ക് അയക്കുകയാണ് എങ്കിൽ, ഒരു ചാൻസ് കൂടി ഞങ്ങൾക്ക് നീ ജീവിക്കാൻ നൽകുകയാണ് എങ്കിൽ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്തു കൊള്ളാം, നന്മകൾ ചെയ്തു കൊള്ളാം, സ്വതക്ക ചെയ്തു കൊള്ളാം, നമസ്കരിക്കാം, നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് നിനക്ക് വേണ്ടി മാത്രമായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. മനുഷ്യൻ ആഖിറത്തിൽ വെച്ച് എല്ലാം നേരിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ ലോകത്ത് നിഷേധിച്ച കാര്യങ്ങൾ, ഈ ലോകത്ത് ഉണ്ടോ ഇല്ലേ എന്ന് സംശയിച്ച കാര്യങ്ങൾ എല്ലാം കൺമുമ്പിലേക്ക് കാണുമ്പോൾ മനുഷ്യൻ പറയുന്ന രംഗമാണ്, വലൗ ശിഇനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും സന്മാർഗം നൽകാമായിരുന്നു. പക്ഷെ ഈ ജീവിതം അല്ലാഹു പരീക്ഷണമായിട്ട് മനുഷ്യന് ബുദ്ധി നൽകി, അവന് ചിന്തിക്കാനുള്ള ശേഷി നൽകി, മറ്റൊരു ജീവിക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകി, അവന് രണ്ടു കാലിൽ എഴുന്നേറ്റ് നടക്കുന്നവനാക്കി. അങ്ങനെ അവരെല്ലാം നൽകിയിട്ട് ഒരു പരീക്ഷണമാക്കിയതാണ് അല്ലാഹു. വലാകിന്ന ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നാം നിറയ്ക്കുക തന്നെ ചെയ്യും എന്നുള്ള വാക്ക്, അള്ളാഹുവിന്റെ വാക്ക്, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകൾക്കാണ് അള്ളാഹു പരലോകത്ത് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ ജീവിതം ഒന്ന് മാത്രമാണ്, രണ്ടാമതൊന്നില്ല. വലാ അമൽ, അവിടെ നിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. രണ്ടാമത് ദുനിയാവിലേക്ക് മടങ്ങാനുള്ള അവസരങ്ങളില്ല. ഒന്നുകൂടി ജീവിക്കാനുള്ള യാതൊരു ചാൻസും നിങ്ങൾക്ക് ലഭിക്കാനില്ല. അതിനാൽ ഫദൂഖൂ, നിങ്ങൾക്ക് ലഭിച്ച ജീവിതത്തിൽ നിങ്ങൾ നന്നായിട്ടില്ല എങ്കിൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ബിമാനസീതും ലിഖാഅ യൗമിക്കും ഹാദാ, നിങ്ങളെന്ന് കാണുകയില്ല എന്ന് വിചാരിച്ച ആ ദിവസമാണ് ഇന്ന് എന്ന് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്തും. ഫദൂഖു അദാബൽ ഖുൽദി ബിമാ കുന്തും തഅമലൂൻ. അതുകൊണ്ട് തന്നെ നിത്യമായ ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒറ്റ ജീവിതമാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്, ഒരേ ഒരു ജീവിതം മാത്രമാണ്. ഇവിടെ നമ്മൾ അമൽ ചെയ്യണം. നാളെ നമ്മളെല്ലാം ഖബറിലേക്ക് അങ്ങോട്ട് എടുക്കുമ്പോൾ, നമ്മുടെ ജീവിതം അങ്ങ് അവസാനിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തത്ബഉൽ മയ്യിത സലാസ, ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്നെണ്ണം ബാക്കിയുണ്ടാകും. അഹ്ലുഹു, അവന്റെ അഹ്ലുണ്ടാകും, വമാലുഹു, അവന്റെ സമ്പാദ്യമുണ്ടാകും, വഅമലുഹു, അവന്റെ അമലുമുണ്ടാകും. ബാക്കിയായിട്ട് ഒരാൾ മരിച്ചാൽ അത് മൂന്നും ബാക്കിയുണ്ടാകും. ഫയർജഉ ഇസ്നാൻ, രണ്ടെണ്ണം തിരിച്ചങ്ങ് പോകും. വയബ്ഖാ വാഹിദ്, ഒന്ന് മാത്രമാണ് ബാക്കിയാകുന്നത്. യർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ ബന്ധുക്കളും അവന്റെ സമ്പാദ്യവുമെല്ലാം തിരിച്ചു പോകും. വയബ്ഖാ അമലുഹു, അവന്റെ അമല് മാത്രമാണ് ബാക്കിയാകുന്നത്. ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങനെയാ കുടുംബം കൂടെയുണ്ടാകുന്നത്? ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങനെയാണ് സമ്പാദ്യം കൂടെയുണ്ടാകുന്നത്? നമുക്കറിയാം, ഓരോ ആളുകളും മരിക്കുമ്പോ അവരുടെ നിലവാരമനുസരിച്ച് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകളും ബന്ധുക്കളും സ്നേഹിതന്മാരും ആ വീട്ടിലേക്ക് ഇങ്ങനെ വരും. ആ മയ്യത്ത് കാണാനും, ആ മയ്യത്ത് കുളിപ്പിക്കാനും, ആ മയ്യത്ത് കഫൻ ചെയ്യാനും, ആ മയ്യത്ത് ഖബറടക്കാനും എല്ലാം ബന്ധുക്കളും വേണ്ടപ്പെട്ട ആളുകളുമെല്ലാം ഉണ്ടാകും. ആളുകളുടെ നിലവാരം അനുസരിച്ചിട്ട്, സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ട്, അയാളുടെ അധികാരങ്ങൾ അനുസരിച്ചിട്ട്, അയാളുടെ സ്ഥാനമാനങ്ങൾ അനുസരിച്ചിട്ട് അയാളുടെ മയ്യത്തിന്റെ കൂടെ പോകാൻ ആളുകൾ ഉണ്ടാകും. അതാണ് സമ്പത്തുണ്ടാകുമെന്ന് പറയുന്നത്. ആ മയ്യത്ത് ഖബറടക്കാൻ ആളുകൾ കൂടെയുണ്ടാകും. ഒരു സെലിബ്രിറ്റിയുടെ മകൻ ഇന്നലെ മരണപ്പെട്ടപ്പോൾ ഏതെല്ലാം നാടുകളിൽ നിന്ന് എത്രയെത്ര ആളുകളാണ് അവിടേക്ക് വന്നത്. അങ്ങനെ ഒരാൾ മരിച്ചാൽ അയാളുടെ നിലവാരം അനുസരിച്ചിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അയാൾക്ക് ആളുകളുടെ ബാഹുല്യമുണ്ടാകും, പേരും പ്രശസ്തിയും ഉണ്ടാകും. ചിലപ്പോൾ വിലാപയാത്രയായിട്ട് റോഡിലൂടെ ഇങ്ങനെ വാഹനത്തിൽ കൊണ്ടുപോകും. പക്ഷേ അതെല്ലാം ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ മാത്രമാണ് ഉണ്ടാകുന്നത്. വയബ്ഖാ വാഹിദ്, അതിനുശേഷം അവന്റെ കൂടെയുണ്ടാകുന്നത് ഒന്ന് മാത്രമാണ്. അമലുഹു,
അവൻ ചെയ്തിരിക്കുന്ന അമൽ മാത്രമേ അവന്റെ കൂടെയുണ്ടാവുകയുള്ളൂ. ഞാൻ മരിച്ചാൽ എന്റെ ഖബറിൽ ഞാൻ ചെയ്ത അമലുകൾ മാത്രമാണ് ഉണ്ടാവുക. ആളുകളിനെ ഖബറിൽ വന്നിട്ട് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. അങ്ങനെ ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് അവരങ്ങ് പോകും. അവരുടെ ബാധ്യത കഴിഞ്ഞു. അതിനുശേഷം അയാളും അയാളുടെ അമലുകളും മാത്രമാണ് ഖബറിലുണ്ടാവുക. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ കൂടെ എന്തുണ്ട് എന്ന ആലോചനയാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ സ്റ്റെപ്പിലിരിക്കുന്ന ആളുകൾക്ക് മേലെ ഇരിക്കാൻ സൗകര്യമുണ്ട്, അവിടെ പോയി ഇരിക്കാവുന്നതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് എറണാകുളത്തുള്ള പ്രശസ്തമായ ഒരു കലാലയം, മഹാരാജാസ് കോളേജിന്റെ ശുചിമുറി ആണുങ്ങൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് പോയിരിക്കാം, ഒരുമിച്ച് അവിടെ പോയിട്ട് അവരുടെ ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സംവിധാനം എന്നുള്ള നിലയ്ക്ക് സാധാരണയായിട്ട് പുരുഷന്മാർക്ക് പ്രത്യേകമായും സ്ത്രീകൾക്ക് വേറെയുമായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ആകണമെന്നില്ല, അല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. ഇനിയൊരു സ്ഥലത്ത് ഒരു ബിൽഡിങ്, അതല്ലെങ്കിൽ ആണിനും പെണ്ണിനുമെല്ലാം ഒരു ശുചിമുറിയാണ് എങ്കിൽ അതങ്ങനെ നടക്കുക എന്നല്ലാതെ അതൊരു വാർത്ത ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ വാർത്തയാവുന്നത്, അതല്ലെങ്കിൽ വാർത്തയാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്കറിയാം, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കലാലയങ്ങളിൽ വിദ്യാർത്ഥികളെ ഒരുമിച്ചിരുത്താനും ആണിനും പെണ്ണിനും ഒരേ വസ്ത്രം ധരിക്കാനുമുള്ള സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വലിയ ഒരു നേതാവ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം സ്ത്രീകളുടെ തട്ടം അഴിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് ചങ്കൂറ്റത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞു വരുന്നത് മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു കലാലയത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ അവിടെ പുരുഷന്റെ വസ്ത്രമാണ് ധരിപ്പിക്കുന്നത്. ആൺകുട്ടികൾക്ക് ചുരിദാർ ധരിച്ചിട്ട് വരുന്ന സംവിധാനമല്ല, പുരുഷന്റെ വസ്ത്രം സ്ത്രീകൾക്ക് നൽകുകയാണ്. ആണും പെണ്ണും തുല്യരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ തന്നെ സ്വയം പരിഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ട്രെയിനിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. സ്കൂളുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് ബാത്റൂമിൽ പോകാൻ, ലാട്രിൻ പോകാനുള്ള സംവിധാനം ഒരുക്കുമ്പോൾ ട്രെയിനുകളിൽ പ്രത്യേകമായി സ്ത്രീകൾക്ക് മാത്രമായി കമ്പാർട്ട്മെന്റാണ്. അങ്ങനെ ഏത് കാര്യം നോക്കിയാലും KSRTC ബസ്സുകളിൽ വനിതാ കണ്ടക്ടർമാർ ഇരിക്കുന്ന സീറ്റിൽ പുരുഷന്മാർ ഇരിക്കാൻ പാടില്ല എന്ന് ആ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ആണും പെണ്ണും ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടല്ല, ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ, ഒരു ആദർശത്തെ കളിയാക്കാൻ വേണ്ടിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. പുരുഷനും സ്ത്രീക്കും ഒരേ രൂപത്തിലുള്ള സംവിധാനങ്ങൾ, തുല്യനീതി ആണ് ആവശ്യമുള്ളത്. സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുരുഷന്മാർക്ക് താടിയും മീശയുമുണ്ട്, സ്ത്രീകൾക്ക് താടിയും മീശയുമില്ല. സ്ത്രീകൾക്ക് ഗർഭപാത്രമുണ്ട്, പുരുഷന്മാർക്ക് ഗർഭപാത്രമില്ല.
അങ്ങനെ തുടങ്ങി സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ പ്രകൃതിപരമായി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ളതാണ്. അതിൽ മാറ്റം വരുത്താൻ മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോപഗണ്ടകൾ നമ്മുടെ സമുദായത്തിന്റെ മേലേക്ക് അടിച്ചു കയറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് സന്ദർഭത്തിൽ കടക്കുന്നില്ല. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ഇന്ന് ഇവിടെ നടക്കുന്ന സ്വതക്ക സ്വീകരിക്കുന്നത്, നമ്മുടെ പള്ളിയിൽ സോളാർ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു സംഖ്യ അതിനു വേണ്ടി മുതൽ മുടക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 30,000 രൂപയുടെ ഷോട്ട് ഇനി അതിനുണ്ട്. അപ്പൊ അതിലേക്ക് ആരെങ്കിലും സ്വതക്കയായി നൽകാൻ, അത് സ്പോൺസർഷിപ്പ് ആയിക്കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ സംഖ്യകളായിക്കൊണ്ടോ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഉത്തരവാദപ്പെട്ട ആളുകളെ ബന്ധപ്പെടാം. അതല്ലെങ്കിൽ പുറത്ത് വെച്ചിരിക്കുന്ന ബക്കറ്റിൽ നിങ്ങളുടെ സ്വതക്ക നൽകാം എന്നുകൂടി സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഈ പള്ളിയുടെ സ്ഥലം വാങ്ങുകയും അതുപോലെ പള്ളി നിർമ്മിക്കുകയും ചെയ്ത വ്യക്തി, അദ്ദേഹം ഇപ്പോൾ അസുഖബാധിതനായിട്ട് വളരെ പ്രയാസത്തിൽ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി കുറഞ്ഞുപോയ രൂപത്തിൽ അദ്ദേഹം രോഗാതുരനാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെയൊക്കെ സ്വകാര്യമായ ദുആകളിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി മാറ്റിക്കൊടുക്കുകയും അദ്ദേഹത്തിന് ആഫിയത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇൻഷാ അല്ലാഹ് നാളെ 11 മണിക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് എല്ലാ സഹോദരിമാരും പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ കഴിഞ്ഞ ഖുത്ബയിലും സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ അതിനുശേഷമുള്ള കുട്ടികൾ, ഹൈസ്കൂളിലും കോളേജിലുമെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ക്ലാസ്, അത് എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഇശാ നമസ്കാരത്തിന്റെ ഇടയിലായിക്കൊണ്ട് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും അതുപോലെ നമ്മുടെ അറിവിലുള്ള കുട്ടികളെയുമെല്ലാം അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.